6 വയസ്സുള്ള കുട്ടികളെ വരെ ലൈംഗിക അടിമകളാക്കുന്ന താലിബാൻ എന്തുകൊണ്ടാണ് കേരളത്തിന് വിസ്മയമായി മാറുന്നത്? ജൂത സ്ത്രീകളെ ബലാത്കാരം ചെയ്തു കുതികാല് വെട്ടി എല്ലാ എല്ലാ ബന്ദികളെയും പിടിച്ച് ലൈംഗികമായി ചൂഷണം ചെയ്ത ഹമാസ് എന്തുകൊണ്ടാണ് ഇവർക്ക് വിസ്മയമായി മാറുന്നത്? എന്തുകൊണ്ടാണ് ഹമാസിനും താലിബാനും ഒക്കെ കേരളത്തിൽ ഫാൻസ് ഉണ്ടാകുന്നത്, അവർക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നത്? കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് ഇവര് കൊണ്ടുകയറിയ ചിത്രങ്ങൾ എന്തിനു വേണ്ടിയായിരുന്നു? വഖഫ് അനുകൂലമായിട്ടാണ് ഇവർ സമരം ചെയ്തത്. പക്ഷെ ഇവര് കൊണ്ടുകയറിയ ചിത്രങ്ങൾ ബ്രദർഹുഡ് എന്ന് പറയുന്ന ഭീകര സംഘടന, രാജ്യവിരുദ്ധ ഇസ്ലാമിക് കലിഫേറ്റ് സംഘടന, അതിന്റെ ബന്നയെ പോലെയും ജിന്നയെ പോലെയും ഒക്കെയുള്ള നേതാക്കളെ കൊണ്ടുവന്നിട്ടായിരുന്നു ഇവർ വഖഫിന് വേണ്ടിയിട്ട് സമരം ചെയ്തത്. പാലക്കാട് തൃത്താലയിലെ പള്ളി ഉറൂസിനെ ഇവര് ഹമാസിന്റെ യഹിയ സിൻവാറിന്റെയും ഇസ്മായിൽ ഹനിയയുടെയും ഒക്കെ ചിത്രങ്ങൾ എന്തിയാണ് ഇവര് സമരം ചെയ്തത്? കേരളം പല രൂപത്തിലും നമുക്ക് സൂചനകൾ നൽകുവാണ്. ഏത് രൂപത്തിലാണ് ഇസ്ലാമിക തീവ്രവാദത്തെ അൽ കേരളം സ്വാഗതം ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുക. ബംഗ്ലാദേശിൽ 10,000-കണക്കിന് കൊലപാതകങ്ങൾ നടന്നു, അക്രമങ്ങൾ നടന്നു, സ്ത്രീകൾ ബലാത്കാരം ചെയ്യപ്പെട്ടു. അവർ നിർദ്ദയം പബ്ലിക്കിലിട്ട് ബലാത്കാരം ചെയ്തു കൊന്ന് ശവത്തോടു പോലും ഇവർ മര്യാദ കാണിക്കാതെ ആട്ടുന്നതും തുപ്പുന്നതും മൂത്രമൊഴിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടു. എന്തുകൊണ്ടാ? ഒരു ഭാഗത്ത് ജൂത ജഡങ്ങളായിരുന്നെങ്കിൽ മറുഭാഗത്ത് കാഫിർ ജഡങ്ങളായിരുന്നു.